26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. പസഫിക് സമുദ്രത്തിലെ ഉപരിതല താപനില സാധാരണയേക്കാൾ കൂടുതൽ വർദ്ധിക്കുന്ന പ്രതിഭാസമായ എൽ നിനോ അതിവേഗം ശക്തിപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അതിനാൽ തന്നെ കേരളത്തെ കാത്തിരിക്കുന്നത് ചൂടുള്ള തണുപ്പുകാലവും പൊള്ളുന്ന വേനൽക്കാലവുമാണെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. മൺസൂൺ കാലത്തെ തകിടം മറിക്കാൻ പാകത്തിന് എൽ നിനോ ശക്തിപ്പെട്ടിട്ടുണ്ട്. ഇനിയും താപനില പസഫിക് സമുദ്രത്തിലെ ഭൂമധ്യരേഖാ പ്രദേശത്ത് കൂടുമെന്നാണ് പ്രവചനങ്ങൾ. ഇത്തരത്തിൽ എൽ നിനോ ശക്തിപ്പെടുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങളും കൂടും. എൽ നിനോയുടെ ഫലമായി ഇന്ത്യയിൽ മൺസൂൺ ദുർബലപ്പെടുകയും കടുത്ത വരൾച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. കൃഷിയെയും ഇത് ദോഷകരമായി തന്നെ ബാധിക്കും. ഇത്തരത്തിൽ 2027 വേനൽക്കാലം കടുത്തതാകുമ്പോൾ ഭക്ഷ്യവിലക്കയറ്റത്തിലേക്കും കാര്യങ്ങൾ നീക്കും. കിഴക്കൻ ട്രോപ്പിക് പസഫിക് സമുദ്രത്തിൽ നിന്ന് മധ്യ ട്രോപ്പിക് പസഫിക് സമുദ്രം വരെ താപനില കൂടി വരികയാണ്. അടുത്ത ഏതാനും മാസങ്ങളിലാണ് എൽ നിനോയുടെ രൂക്ഷമായ സാഹചര്യം നേരിടുകയെന്ന് റിപ്പോർട്ടുകളുണ്ട്. നിലവിൽ മൺസൂൺ കാറ്റിന്റെ ശക്തി ദുർബലമായിട്ടുണ്ട്. ഇതാണ് മഴ കർക്കിടകത്തിലും കുറയാൻ കാരണമായത്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ശക്തമായ ന്യൂനമർദ്ദങ്ങൾ വന്നാൽ മാത്രമേ കേരളത്തിൽ ഏതാനും ദിവസം നീണ്ടു നിൽക്കുന്ന ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളൂ. കാലവർഷക്കാലത്ത് പടിഞ്ഞാറൻ കാറ്റുകളാണ് പശ്ചിമഘട്ടത്തിൽ കേരളത്തിന് ആവശ്യമായ മഴ നൽകുന്നത്. കേരളത്തിൽ നിലവിൽ 33% മഴക്കുറവുണ്ടെന്നാണ് വിവരം. പ്രധാന ജലസംഭരണികളുള്ള മലയോര ജില്ലകളിൽ ഏറ്റവും മഴ കുറഞ്ഞ പട്ടികയിൽ ഉൾപ്പെട്ടത് ഊർജ്ജ പ്രതിസന്ധി അടക്കം രൂക്ഷമാകുമെന്ന സൂചനയാണ് നൽകുന്നത്. വയനാട് ജില്ലയിൽ 61%, ഇടുക്കിയിൽ 57% മഴക്കുറവുണ്ട്. തിരുവനന്തപുരം, കോട്ടയം ഒഴികെയുള്ള 12 ജില്ലകളിലും മൺസൂൺ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം വടക്കൻ ഒഡീഷ, പശ്ചിമ ബംഗാൾ ഭാഗത്തേക്ക് നീങ്ങിയതോടെ കേരളത്തിന് മഴ തിരിച്ചടിയായി. പടിഞ്ഞാറൻ കാറ്റുകൾ ഈ ന്യൂനമർദ്ദം കാരണം മധ്യ ഇന്ത്യയിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. കർക്കിടക മാസം ആരംഭിക്കുമ്പോൾ കേരളത്തിൽ ശക്തമായ കാലവർഷം ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ എൽ നിനോ മൂലം ദുർബലമായ പടിഞ്ഞാറൻ കാറ്റ് വേണ്ട മഴ നൽകിയില്ല. വരുന്ന ആഴ്ചകളിലും ശക്തമായ മഴ ലഭിക്കുമെന്ന സൂചനകൾ അന്തരീക്ഷം നൽകുന്നില്ലെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. വേണ്ട മഴ ലഭിക്കാതെ വന്നതോടെ താപനിലയിലും കേരളത്തിൽ വലിയ വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയത്. കാലവർഷം ദുർബലമാകുന്നത് അറബിക്കടലിനെ ചൂടാക്കി തന്നെ നിലനിർത്തുമെന്ന പ്രതിസന്ധിയുമുണ്ട്. ഇത് ഇടിയോടുകൂടെയുള്ള മേഘങ്ങളെ സൃഷ്ടിക്കുന്നതിനും മിന്നൽ പ്രളയത്തിന് കാരണമാകുന്ന ഒറ്റപ്പെട്ട കനത്ത മഴ സൃഷ്ടിക്കുകയും ചെയ്യും. പെട്ടെന്നുള്ള ഇത്തരം മഴ പലപ്പോഴും പ്രവചനങ്ങളെയും മുന്നറിയിപ്പ് സംവിധാനങ്ങളെയും തെറ്റിച്ചാണ് ഉണ്ടാവുക. 1997-98 കാലത്തെ ഏറ്റവും ശക്തമായ എൽ നിനോയുടെ സമാന ശക്തിയാണ് ഈ വർഷത്തെ എൽ നിനോയും ഉണ്ടാക്കുന്നതെന്നാണ് വിലയിരുത്തൽ. 2026 ഒക്ടോബർ-ഡിസംബർ മാസത്തിലാകും ഈ വർഷത്തെ എൽ നിനോ ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തുക. ഇത് 2027 വേനൽക്കാലത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.